തേഞ്ഞുതീർന്ന ടയറുകളും പൊളിഞ്ഞ ബോഡിയുമായി ഗവിപാതയിൽ KSRTCയുടെ അപകടയാത്ര. പ്രിയദർശിനിയുടെ സൗജന്യ യാത്ര ആരംഭിച്ചതോടെ വൻ തിരക്കാണ് ഗവിയിലേക്കുള്ള ഓർഡിനറി ബസ്സുകളിൽ അനുഭവപ്പെടുന്നത്. ഇതോടെ ഗവി നിവാസികളുടെ യാത്രാ സൗകര്യമാണ് താറുമാറായത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഗതാഗത വകുപ്പ് മന്ത്രി നടത്തണമെന്ന് കോന്നി MLA KU ജനീഷ് കുമാർ ആവശ്യപ്പെട്ടു. ഗവിയിലേക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതായത് മുഴുവൻ ബസ്സുകളും പ്രിയദർശിനി സൗജന്യ യാത്രയാണ് നടത്തുന്നത്. സ്ത്രീകൾക്കുള്ള സീറോ ടിക്കറ്റ് ആരംഭിച്ചതോടെ ദുരിതത്തിലായത് ഗവി നിവാസികളാണ്. ഗവിയിൽ ധാരാളം തൊഴിലാളികൾ വനത്തിലുണ്ട്, ധാരാളം മറ്റ് ജീവനക്കാരുമുണ്ട്. അവർക്ക് പോകുന്നതിനും വരുന്നതിനും വേണ്ടിയിട്ടാണ് ഈ KSRTC ഗവിയിലേക്ക് സർവീസ് നമ്മൾ ആരംഭിക്കുന്നത് തന്നെ. ടൂറിസ്റ്റുകൾ വരുന്നത് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി മറ്റു വാഹനത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഈ വാഹനത്തിൽ കയറുന്നു. അതിൻ്റെ ഭാഗമായി അവിടുത്തെ തൊഴിലാളികൾക്ക് വാഹനം കയറാൻ കഴിയാത്ത സ്ഥിതി, അതും മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊടുത്തിട്ടുണ്ട്. അധികമായി വാഹനം അനുവദിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു പ്രധാന പ്രശ്നം വന്യജീവി ശല്യമുള്ള ഗവി റൂട്ടിൽ നിരന്തരം ബസ്സുകൾ തകരാറിലാകുന്നതാണ്. വനത്തിനുള്ളിൽ മണിക്കൂറുകൾ വാഹനം കേടാകുന്ന അവസ്ഥ, അത് വലിയ അപകടമാണ്. വന്യമൃഗങ്ങളുള്ള ആനയും കടുവയും പുലിയും എല്ലാമുള്ള വനത്തിനുള്ളിൽ സുരക്ഷിതമല്ലാത്ത നിലയിൽ തങ്ങുന്നതും ശരിയല്ല. അവിടേക്ക് പോകുന്ന ഗവിയിലേക്ക് പോകുന്ന വാഹനം നല്ല വാഹനമായിരിക്കണം, പുതിയ വാഹനമായിരിക്കണം. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കത്ത് കൊടുക്കും. ഗവി പാതയിലെ അപകടാവസ്ഥ ദിനം പ്രതി വർദ്ധിച്ചിട്ടും KSRTC അധികൃതർ മാത്രം ഇതൊന്നും അറിയാത്ത മട്ടിലാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.